നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. കപ്പ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി വാങ്ങുന്നത് കുറച്ചെടുത്താൽ മതി, ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇപ്പം നമ്മൾ കുറേ കപ്പയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് എല്ലാ ഷോപ്പിലൊന്നും കിട്ടൂല. കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വാങ്ങി വെക്കുകയൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് അത് സൂക്ഷിച്ച് വെക്കുക, കേടാക്കാതെ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ കുറേ ഏതാണ്ട് ഞാനൊക്കെ ഒരു മാസത്തോളമൊക്കെ വെക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് എത്ര കപ്പ വേണമെന്നൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കപ്പ ഇങ്ങനെ കുറേ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറ്, ഒരു മാസത്തോളമൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറെന്നും കൂടെ കാണിക്കാറുള്ളത്. അപ്പം അതും കൂടെ ഇതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചതിൽ കുറച്ച് കപ്പ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഈ പുഴുക്കിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്ത കപ്പ എടുക്കുകയാണ്. അപ്പം അത്രയാണ് നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി, ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ച കുറച്ച് കപ്പ ഉണ്ടല്ലോ, അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാലം, ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്നും ആവില്ല കേട്ടോ. നമ്മൾ കുറച്ച് വേണ്ടതിൻ്റെ കുറച്ച് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് അപ്പം തന്നെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനും ആ കപ്പ എടുത്താൽ മതി. അപ്പം നിങ്ങളൊന്ന് അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്താ, കപ്പയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസം അങ്ങനെ പറ്റില്ല. അപ്പോൾ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അടുത്തടുത്ത ദിവസം കപ്പ തന്നെ ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതും ഒരു കഷ്ടമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഇന്നത്തേക്ക് ആവശ്യമായ ഒരു കപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. നല്ലപോലെ വെള്ളോട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇപ്പം വെറുതെ വേവിച്ചെടുക്കുകയാണ്. അപ്പം കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഉടയും. നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ ഉടയും. പിന്നെ ഇത് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഈ കപ്പയിലൊക്കെ ഇങ്ങനെ നാരൊക്കെ ഉണ്ടാവില്ല, അപ്പം ആ നാരൊക്കെ ഒന്ന് എടുത്ത് കളയാം. എന്നിട്ട് നല്ലപോലെ കപ്പ മൊത്തമായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. കപ്പ നല്ലപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ. ചോപ്പിംഗ് പരിപാടിയാണ്. അപ്പോൾ ചോപ്പർ എടുത്ത് അതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ സവാള എടുത്ത് അതൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ചോപ്പറിലിടുന്നത് നിങ്ങൾക്ക് സാധാരണത്തെ പോലെ കത്തി വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ സവാള നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കപ്പ ഉണ്ടല്ലോ, ഉടച്ചു വെച്ച കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ജീരകം ചേർക്കുന്നുണ്ട്, നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ കപ്പ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഊറ്റി കളയുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പം കൂടുതൽ കടലമാവ് വേണ്ടി വരും. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എന്തായാലും ഒരു 1/2 കപ്പ് മാക്സിമം അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കുറച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് വട പോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം വറുത്തെടുക്കുന്ന സമയത്ത് ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ അത്രത്തോളം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. കാരണം കടലമാവ് കൂടി ചേർത്തുകൊണ്ട് അത് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, കാരണം ആ കടലമാവ് കൂടി ഒന്ന് വേവേണ്ടതാണ്. അപ്പം നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് മാറ്റി വെക്കാം. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ എത്രയാണോ എണ്ണ ഒഴിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ, എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ കപ്പ വട കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 9 എണ്ണമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചെറുതായി ബോളൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എന്താ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ നല്ല പുതിന ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.